കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് കൂട്ടപ്പരോൾ. 1-ാം പ്രതി പീതാംബരൻ, 4-ാം പ്രതി അനിൽ, 5-ാം പ്രതി ജിജിൻ, 7-ാം പ്രതി അശ്വിൻ, 15-ാം പ്രതി സുരേന്ദ്രൻ എന്നിവർക്കാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ചേരുകയാണ്. അനൂപ്, പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് 20 ദിവസത്തേക്ക് പരോൾ അനുവദിച്ചിരിക്കുകയാണ്. ഇത് ഏത് സാഹചര്യത്തിലാണ് പരോൾ അനുവദിച്ചത്? മായ, 1-ാം പ്രതി പീതാംബരൻ ഉൾപ്പെടെ 5 പ്രതികൾക്കാണ് ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി പരോൾ അനുവദിച്ചു കഴിഞ്ഞിട്ട് ആണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് പ്രതികൾ നാട്ടിലെത്തിയെന്ന കാര്യം എല്ലാവരും അറിയുന്നത്. 1-ാം പ്രതി പീതാംബരൻ ഉൾപ്പെടെ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ പലതവണ പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചിരുന്നുവെങ്കിലും അവരുടെ വീട് സ്ഥിതി ചെയ്യുന്ന ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ അവർക്ക് അതിനുള്ള അനുമതി കൂടി ലഭിച്ചു എന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. നാട്ടിൽ കലാപാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഇതൊരുക്കും പ്രതികൾക്ക് കൂട്ടമായുള്ള പരോൾ അനുവദിക്കലെന്ന് കൊല്ലപ്പെട്ട ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും ഈ കാര്യം പുതിയ സർക്കാരിന്റെയും ആഭ്യന്തരമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മേലിൽ ഇത്തരത്തിൽ പ്രതികൾക്ക് കൂട്ടമായി പരോൾ അനുവദിക്കുന്ന നടപടി ഉണ്ടാകാൻ പാടില്ലെന്ന് ഇവർ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ഇപ്പോൾ നിലവിൽ 5 പ്രതികൾക്കാണ് പരോൾ അനുവദിച്ചത്. ഇനി ഈ കേസിൽ ഉൾപ്പെട്ട് ജയിലിൽ കഴിയുന്ന മറ്റ്5 പേർക്ക് കൂടി പരോൾ ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. അവർ കൂടി പുറത്തിറങ്ങി വരുമെന്നാണ് അറിയുന്നത്. 20 ദിവസത്തേക്കാണ് ഇപ്പോൾ LDF സർക്കാർ ഭരണം അധികാരം അവസാന കാലത്ത് ഇവർക്ക് പരോൾ നൽകിയത്. ഇതിന് ജയിൽ ഉപദേശക സമിതിയുടെ അടക്കം പിന്തുണയുണ്ട്. ജയിൽ ഉപദേശക സമിതി അടക്കം പിരിച്ചുവിടണമെന്ന ആവശ്യം കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മായ, അനൂപാണ് വിവരങ്ങൾ നൽകിയത്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചിരിക്കുകയാണ്. 20 ദിവസത്തേക്ക് കോടതി.